എല്ലാവർക്കും നമസ്കാരം. മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോൺ വൊക്കേഷണൽ ടീച്ചർ HSST പരീക്ഷ മാത്തമാറ്റിക്സിന് വേണ്ടി അതുപോലെ തന്നെ സെറ്റ് മാത്തമാറ്റിക്സിന് വേണ്ടിയും നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ റിയൽ അനാലിസിസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു സീരീസിൽ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ HSST പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. യൂണിഫോം കൺവേർജൻസ് എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ തിയറി ഭാഗങ്ങളും നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് പോകും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് യൂണിഫോം കൺവേർജൻസ് ഓഫ് സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിർബന്ധമായിട്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടതാണ്. യൂണിഫോം കൺവേർജൻസും നിങ്ങൾ പഠിക്കണം, അതുപോലെ തന്നെ യൂണിഫോം കണ്ടിന്യൂറ്റി ഓഫ് സീക്വൻസും സീരീസും പഠിക്കണം കേട്ടോ. അപ്പോൾ ഇത് യൂണിഫോം കൺവേർജൻസ് ഓഫ് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് സംഗതി, എന്താണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് പറഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പ് നമ്മുടെ ടോപ്പിക്സിലേക്ക് വരാം. സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഫംഗ്ഷൻസിന്റെ സീക്വൻസ്, അതിനെയാണ് സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഡി എന്ന് പറഞ്ഞാൽ ആറിന്റെ ഒരു സബ്സെറ്റ് ഉണ്ട്. ആൻഡ് അവിടെ നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്, FN ഓഫ് എക്സ് ഫ്രം ഡി ടു ആർ. അതൊരു ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ ഒരു സീക്വൻസ് ഫോം ചെയ്യും, FN ഓഫ് എക്സ് എന്ന് പറയുന്നത്. ആ സീക്വൻസിനെയാണ് എന്ത് നമ്മൾ പറയുന്നത്, സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ 0, 1 എന്ന് പറഞ്ഞാൽ ഇന്റർവലിനകത്ത്, റിയൽ നമ്പറിന്റെ സബ്സെറ്റ് ആയിട്ടുള്ള 0, 1 എന്ന് പറഞ്ഞ ഇന്റർവലിനകത്ത് നമ്മൾ x⁻n എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ഓക്കെ, അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ FN ഓഫ് എക്സ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇവിടെ എക്സ് ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ്. ഫ്രം 0, 1 നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ സപ്പോസ് എക്സ് ഈക്വൽ ടു നമ്മൾ 1/2 എടുക്കുകയാണെങ്കിൽ ഈ ഫംഗ്ഷൻ എങ്ങനെ വരും? FN ഓഫ് 1/2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 റേസ് ടു n എന്ന് കിട്ടും അല്ലെ. അപ്പൊ ഇതാണ് സീക്വൻസിന്റെ nth ടേം ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ വിൽ ഹാവ് എ സീക്വൻസ് ലൈക്ക്, ഇപ്പൊ FN ഓഫ് 1/2 എന്ന് പറഞ്ഞ സീക്വൻസ് എങ്ങനത്തെ സീക്വൻസ് ആയിരിക്കും? 1/2, 1/2 the whole square, 1/2 the whole cube അല്ലെ, ഇങ്ങനെ ഒരു സീക്വൻസ് ആയിരിക്കും. അപ്പോൾ ഇതാണ് സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എക്സിന് ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂബിളിന്റെ വാല്യൂ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ സീക്വൻസ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഇവിടുത്തെ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസിന്റെ കൺവേർജൻസ് പറയുമ്പോൾ രണ്ട് രീതിയിലുള്ള കൺവേർജൻസ് ആണ് നമ്മൾ പറയുക. ഒന്ന് പോയിന്റ് വൈസ് കൺവേർജൻസും പറയും, അതുപോലെ തന്നെ യൂണിഫോം കൺവേർജൻസും പറയും. ഓക്കെ, അപ്പൊ എന്താണ് പോയിന്റ് വൈസ് കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ ഒക്കെ നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പോൾ ലെറ്റ് FN എന്ന് പറഞ്ഞാൽ FN ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ ഉപയോഗിക്കും. FN ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ ഉണ്ട്. ആ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ F ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ഒരു പോയിന്റ് വൈസ് അല്ലെങ്കിൽ ഒരു പോയിന്റ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ F ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഇതിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പറയുക? ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് നമുക്ക് ഇങ്ങനെ എഴുതാം, മോഡ് FN ഓഫ് എക്സ് മൈനസ് F ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ വെനെവർ n is greater than some n0. അപ്പൊ ഇവിടെ ഈ n എന്ന് പറയുന്ന വാല്യൂ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഈ എപ്സിലോണിനെയും ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ തന്നെ എക്സിനെയും ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ വരുന്ന ഈ ഒരു കൺവേർജൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോയിന്റ് വൈസ് കൺവേർജൻസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ F ഓഫ് എക്സ്, അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം, നമുക്ക് ഇതിനെ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി FN ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു F ഓഫ് എക്സ് എന്ന് എഴുതാം. ആ F ഓഫ് എക്സിനെയാണ് നമ്മൾ എന്താ പറയുക? പോയിന്റ് വൈസ് ലിമിറ്റ് എന്ന് പറയുക. പോയിന്റ് വൈസ് ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ, പോയിന്റ് വൈസ് ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ നമ്മൾ പറയുന്നത് F ഓഫ് എക്സിനെയാണ്. അപ്പൊ ഇതാണ് ഈ പോയിന്റ് വൈസ് കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു പോയിന്റിലേക്ക് നമ്മൾ ഫംഗ്ഷൻ കൺവേർജ് ചെയ്യുക. നേരത്തെ പറഞ്ഞ കേസ് ആണെങ്കിൽ FN ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്തത് x⁻n എന്ന് പറഞ്ഞ ഒരു സീക്വൻസ് ആയിരുന്നു. അതിൽ എക്സ് ബിലോങ്സ് ടു 0, 1 എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇവിടെ എക്സിന് ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂസ് നിങ്ങൾ കൊടുക്കുമ്പോൾ, ഇപ്പൊ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ സീരീസ് അല്ലെങ്കിൽ ഈ സീക്വൻസ് FN ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. Therefore it converges to 0. അപ്പോൾ ഇവിടുത്തെ F ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. F ഓഫ് 0യിലേക്കാണ് കൺവേർജ് ചെയ്യുക അല്ലെ. F ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0 വരും. അതുപോലെ തന്നെ x ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാലോ FN ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 ആയിരിക്കും. 1⁻n ആയിരിക്കും. ആൻഡ് therefore FN ഓഫ് 1 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് ഇത് കൺവേർജ് ചെയ്യും. FN ഓഫ് 1 അല്ലെങ്കിൽ F ഓഫ് 1 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യും. F ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, ലൈക്ക് ദാറ്റ് നിങ്ങൾക്ക് ഇവിടെ x ഈക്വൽ ടു സം ആൽഫ എടുക്കുകയാണെങ്കിൽ FN ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ α⁻n. അപ്പോൾ ആ സീക്വൻസ് കൺവേർജ് ചെയ്യുന്ന α⁻n ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി, ലൈക്ക് ദാറ്റ്. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പോയിന്റ് വൈസ് കൺവേർജൻസ് പറയാം. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് സപ്പോസ് വി ഹാവ് FN ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സം x പ്ലസ് സൈൻ x ബൈ n എന്ന് വിചാരിക്കും.
എക്സ് ബിലോങ്സ് ടു 0 1. എപ്പോഴും ഇങ്ങനെ 0 1 തന്നെ വരണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് പറഞ്ഞത് മാത്രം. അപ്പൊ ഇതിന്റെ പോയിന്റ് വൈസ് ലിമിറ്റ് എന്താണ്? പോയിന്റ് വൈസ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾ n ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് എൻ ഓഫ് എക്സ് നോക്കിയാൽ മതി അല്ലെ. എഫ് എൻ ഓഫ് എക്സ് നോക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ, ഇത് ചിലപ്പോൾ ഈ എൻ പോയിന്റുകളൊന്നും ഫംഗ്ഷൻ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല കേട്ടോ. അപ്പൊ അത് നോക്കണേ, ചെക്ക് ചെയ്യണം. എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൊത്തമായിട്ട് 0 വരും അല്ലെ. എക്സിന് 0 കൊടുക്കുമ്പോൾ ഇത് മൊത്തമായിട്ട് 0 എന്ന് വരും, 0ലേക്ക് കൺവേർട്ട് ചെയ്യും എന്ന് പറയാം. പിന്നെ എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് സൈൻ 1/n ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇത് എവിടേക്ക് കൺവേർട്ട് ചെയ്യും? 1ലേക്ക് കൺവേർട്ട് ചെയ്യും അല്ലെ. അതുപോലെ തന്നെ എക്സിന് നിങ്ങൾ ഇൻ ബിറ്റ്വീൻ 0 and 1 ആണ് വാല്യൂ കൊടുക്കുന്നെങ്കിൽ, എക്സിന് 0 and 1 ആണ് വാല്യൂ കൊടുക്കുന്നെങ്കിൽ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഈ ഒരു സൈൻ എക്സ് ബൈ n എന്ന് പറയുന്നത് 0ലേക്ക് കൺവേർട്ട് ചെയ്യും. therefore its value will be x അല്ലെ. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് പറയാം ഇത് when x equal to 0, when x equal to 1 and when x belongs to ഓപ്പൺ 0 1. ഇങ്ങനെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതിന് ശരിക്കും രണ്ട് വാല്യൂസ് ആണ് ലിമിറ്റ് ഉണ്ടാവുക. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുന്നതിന്റെ ലിമിറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഇഫ് എക്സ് ബിലോങ്സ് ടു 0 1 ക്ലോസ് ടു 1 ആൻഡ് ഈക്വൽ ടു 0 ഇഫ് എക്സ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഇവിടെ ഈ ഒരു ഫംഗ്ഷൻ ഇതിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്, ആക്ച്വലി എക്സിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത് അല്ലെ. എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ്. അപ്പോൾ അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്തിട്ട് എഴുതാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇഫ് എക്സ് ബിലോങ്സ് ടു ക്ലോസ് ടു 0 1 നമുക്ക് എഴുതാം. അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ കൺവേർട്ട് ചെയ്യുന്നത് എവിടേക്കാണ്? എക്സിലേക്കാണ്. അപ്പൊ എക്സ് ആണ് ഇതിന്റെ പോയിന്റ് വൈസ് ലിമിറ്റ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ് ഇതിന്റെ പോയിന്റ് വൈസ് ലിമിറ്റ്. സംഭവം പിടി കിട്ടിയാലോ? അപ്പൊ പോയിന്റ് വൈസ് കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ യൂണിഫോം കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് യൂണിഫോം കൺവേർജൻസും ഇതുമായിട്ടുള്ള ഒരു കണക്ഷൻ? ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കൺവേർജ് ചെയ്യുന്ന പോയിന്റ് എക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലെ. എക്സ് എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിന്റെ കൺവേർജൻസ് വരിക അല്ലെ. എക്സിനെ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ തന്നെ എന്നിനെ ഡിപ്പെൻഡ് ചെയ്യും. യൂണിഫോം കൺവേർജൻസിൽ ഈ എഫ് എൻ ഓഫ് എക്സ് എന്ന് പറയുന്ന ഈ ഒരു സീക്വൻസ് എഫ് ഓഫ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെയാണല്ലോ എഴുതുക, ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ വെനെവർ ഫോർ എവറി n ഗ്രേറ്റർ ദാൻ n നോട്ട് എന്നൊക്കെയാണ് എഴുതാം. ഇവിടുത്തെ ഈ എപ്സിലോൺ അല്ലെങ്കിൽ n എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ എപ്സിലോൺ. ആ എപ്സിലോണിൽ മാത്രമായിരിക്കും ആര് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക? n ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. ദാറ്റ് ഈസ് യൂണിഫോംലി കൺവേർജൻസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ വേറെ വാല്യൂസിനൊന്നും ഈ പറയുന്ന കൺവേർജൻസ് ഡിപ്പെൻഡ് ചെയ്യില്ല എന്നർത്ഥം. എപ്സിലോണിനെ മാത്രമായിരിക്കും ആ എന്നോട്ട് ഡിപ്പെൻഡ് ചെയ്യുക. അങ്ങനെ വരുന്ന കൺവേർജൻസിനെയാണ് നമ്മൾ യൂണിഫോം കൺവേർജൻസ് എന്ന് പറയുക. ഇനി ഈ യൂണിഫോം കൺവേർജൻസ് ചെക്ക് ചെയ്യാൻ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ആ ടെസ്റ്റിനെയാണ് നമ്മൾ MN ടെസ്റ്റ് എന്ന് പറയുന്നത്. MN ടെസ്റ്റ് ഫോർ യൂണിഫോം ചെക്കിംഗ് യൂണിഫോം കൺവേർജൻസ് ഓഫ് ഫംഗ്ഷൻ. ഇത് എങ്ങനെയാണ് ചെയ്യാന്ന് ചോദിച്ചാൽ ഇതാണ് ആ ഇക്വേഷൻ, ആ എക്സ്പ്രഷൻ തീരം ഇതാണ്. എഫ് എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു സീക്വൻസ് ഉണ്ട്, സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ ഉണ്ട്, ഡിഫൈൻ ഓൺ എൻ ഇന്റർവെൽ സച്ച് ദാറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഈ എഫ് ഓഫ് എക്സ് ആണ് ഈ എഫ് എൻ ഓഫ് എക്സിന്റെ പോയിന്റ് വൈസ് ലിമിറ്റ് വേർ എക്സ് ബിലോങ്സ് ടു ദ ഇന്റർവെൽ ഇ ബി. അങ്ങനെയാണെങ്കിൽ വി വിൽ ഡിഫൈൻ MN. MN എന്ന് പറഞ്ഞൊരു ടേം നമ്മൾ ഡിഫൈൻ ചെയ്യും. ആൻഡ് MN ഇസ് ഈക്വൽ ടു സുപ്രീമം ഓവർ n മോഡ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്. എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സിന്റെ സുപ്രീമം ആണ് MN ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. എക്സ് ബിലോങ്സ് ടു എ ബി. അങ്ങനെയാണെങ്കിൽ ആ എഫ് എൻ ഓഫ് എക്സ് കൺവേർജസ് യൂണിഫോംലി ഓൺ എ ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് MN ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയാം. ഈ നമ്മൾ കണ്ടുപിടിക്കുന്ന MN എന്ന് പറയുന്ന സുപ്രീമം ഫംഗ്ഷന്റെ സുപ്രീമം വാല്യൂ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി MN ടെൻസ് ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദ സീക്വൻസ് കൺവേർജസ് യൂണിഫോംലി. എഫ് എൻ ഓഫ് എക്സ് കൺവേർജസ് യൂണിഫോംലി എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് യൂണിഫോം കൺവേർജൻസിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെസ്റ്റ്. നമുക്കൊരു ഫംഗ്ഷന്റെ യൂണിഫോം കൺവേർജൻസ് ചെക്ക് ചെയ്ത് നോക്കാം. എഫ് എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു സീക്വൻസ് ഉണ്ട്. എഫ് എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു സീക്വൻസ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ദിസ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ 1 പ്ലസ് എൻ എക്സ് എന്ന് പറഞ്ഞ സീക്വൻസ് ആണ്. എക്സ് ബിലോങ്സ് ടു 0 1. എക്സ് ബിലോങ്സ് ടു 0 1. ഓക്കെ, ഇതിന്റെ യൂണിഫോം കൺവേർജൻസ് ചെക്ക് ചെയ്യാൻ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം അല്ലെ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് എൻ ഓഫ് എക്സ്. എഫ് എൻ ഓഫ് എക്സിൽ n ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ എഫ് എൻ ഓഫ് എക്സ് എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഫോർ ദാറ്റ് നമ്മളിവിടെ ഈ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നോക്കി? എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം 0 ആയി പോകും അല്ലെ. ഇഫ് എക്സ് ഈക്വൽ ടു 0. ഇനി എക്സ് ബിലോങ്സ് ടു എക്സ് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 1 ബൈ 1 പ്ലസ് n വരും അല്ലെ. 1 ബൈ 1 പ്ലസ് n വരും ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. 1 ബൈ 1 പ്ലസ് n ടെൻസ് ടു 1 ബൈ ഇൻഫിനിറ്റി.
സീറോ വരും അല്ലെ. അപ്പോൾ ഇത് സീറോയിലേക്ക് ടെൻഡ് ചെയ്യും ആസ് എൻ എക്സ് ഈക്വൽ ടു 1. ഇനി എക്സ് ഇൻ ബിറ്റ്വീൻ 0 and 1 ആണെങ്കിലോ എക്സ് ബിലോങ്സ് ടു, നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ഇങ്ങനെയൊന്നും നോക്കണ്ട, നിങ്ങൾക്ക് നേരിട്ട് തന്നെ എഴുതാൻ വാല്യൂ എന്താണെന്നുള്ളത്. എക്സിന് ഇവിടെ എന്ത് വാല്യൂ നിങ്ങൾ കൊടുത്താലും 0-1 ഇടയ്ക്കുള്ള എന്ത് വാല്യൂ നിങ്ങൾ കൊടുത്താലും ഈ 1 പ്ലസ് എൻ എക്സ് എന്ന് പറയുന്ന വാല്യൂ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ഇതെന്താവും, ഇൻഫിനിറ്റി ആവും. അപ്പോൾ എക്സ് ബൈ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ആസ് എക്സസ് എനി വാല്യൂ ഫ്രം ദിസ് 0-1 1 ബൈ ഇൻഫിനിറ്റി അല്ലെങ്കിൽ എക്സ് ബൈ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ബിക്കംസ് 0. അപ്പോൾ ഈ ഫംഗ്ഷൻ ആക്ച്വലി എന്ത് തന്നെയാണ്, 0 തന്നെയാണ്. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടിയത്, 0 ആണ് കിട്ടിയത്. ഓക്കെ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പോയിന്റ് വൈസ് ലിമിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എം എൻ ആണ് അല്ലെ. എം എൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്തായാലും എം എൻ ഇസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് മോഡ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് മോഡ് എഫ് എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇറ്റ് ഇസ് എക്സ് ബൈ 1 പ്ലസ് എൻ എക്സ്. എക്സ് ബൈ 1 പ്ലസ് എൻ എക്സ് ആണ് എഫ് എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് അല്ലെ. എക്സ് ബൈ 1 പ്ലസ് എൻ എക്സ് എന്ന് വരും. ഇനി മൈനസ് 0 അല്ലെ, 0 ആണ് നമ്മൾ ഇതിനകത്ത് മൈനസ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ സുപ്രീമം വാല്യൂ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. വേർ എക്സ് ബിലോങ്സ് ടു 0-1. എക്സ് ബിലോങ്സ് ടു 0-1. ഇതിന്റെ സുപ്രീമം വാല്യൂ എടുക്കാന്ന് വെച്ചാൽ ഇതിനെ y ഈക്വൽ ടു എക്സ് ബൈ 1 പ്ലസ് എൻ എക്സ് എന്ന് എഴുതിയിട്ട് ഇതിലെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഒക്കെ കണ്ടുപിടിച്ച് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ മാക്സിമം വാല്യൂ എന്താണെന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, ഈക്വൽ ടു 0 കൊടുക്കുക, എന്നിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, പോയിന്റ് ക്രിട്ടിക്കൽ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്. പക്ഷേ ഇവിടെ വളരെ എളുപ്പത്തിലുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ എക്സ് ഈ ഒരു 0-1 ഇടയ്ക്കുള്ള വാല്യൂ ആണ് അല്ലെ, 0-1 ഇടയ്ക്കുള്ള വാല്യൂ ആണ് എക്സ്. അപ്പൊ നിങ്ങൾ എൻ ഈ ഡിനോമിനേറ്ററിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എക്സിന് നിങ്ങൾക്ക് ഒരു വാല്യൂ എടുക്കാം. വിൽ ടേക്ക് എക്സ് ഈക്വൽ ടു 1 ബൈ എൻ എന്ന് എടുത്തു വിചാരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി വൈ എന്ന് പറഞ്ഞാൽ എന്താവും, 1 ബൈ എൻ ബൈ 1 പ്ലസ് എൻ ഇൻറ്റു 1 ബൈ എൻ വരും. ശരിയല്ല, ഇത് രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്കിവിടെ കിട്ടുക 1 ബൈ എൻ ബൈ 2 എന്നാണ്. ദാറ്റ് ഇസ് 1 ബൈ 2 എന്ന് കിട്ടും. ശരിയല്ലേ, വൈയുടെ വാല്യൂ 1 ബൈ 2n. അതായത് ഈ സുപ്രീമത്തിന്റെ അകത്ത് നമ്മൾ കൊടുക്കാൻ പോകുന്ന വാല്യൂ എന്താണ്, 1 ബൈ 2n ആണ്. ദാറ്റ് ഇസ് എം എൻ ഇസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് 1 ബൈ 2n നമുക്ക് കൊടുക്കാം അല്ലെ. സുപ്രീമം എന്ന് വെച്ചാൽ മാക്സിമം വാല്യൂ 1 ബൈ 2n നമുക്ക് എടുക്കാം. ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി, വാട്ട് ഇസ് mn? mn is equal to 1 by infinity, it is again 0. mn എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരും, 0 എന്ന് വരും. therefore by mn test നമുക്ക് എന്ത് പറയാം, mn ടെസ്റ്റിൽ mn 0 ആയതുകൊണ്ട് fn of x is uniformly convergent എന്ന് പറയാം അല്ലെ. fn of x is uniformly convergent എന്ന് നമുക്ക് പറയാം. അപ്പോൾ ക്ലിയർ ആണോ? ഈ എം എൻ ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള യൂണിഫോം കൺവേർജൻസിന്റെ ചെക്കിംഗ്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഒരു വാല്യൂ ഷോർട്ട് കട്ട് നമ്മൾ ഉപയോഗിച്ചത് ഇവിടെ എക്സിനെ 1 ബൈ എൻ കൊടുക്കാൻ കാരണം എക്സ് ബിലോങ്സ് ടു 0-1 ആയതുകൊണ്ടാണ്. ആ എക്സിന്റെ വാല്യൂ 0-1 വാല്യൂ ആയിരിക്കണം, എന്നാലേ നിങ്ങൾക്ക് ഇത് കൊടുക്കാൻ പറ്റൂ. എക്സ് 0-1 എല്ലാ വാല്യൂസ്, നാച്ചുറൽ നമ്പർ ഏത് നാച്ചുറൽ നമ്പർ എടുത്താലും നിങ്ങൾക്ക് 1 ബൈ എൻ എന്ന് പറഞ്ഞ വാല്യൂ എവിടെ ഉണ്ടാവും, 0-1 വാല്യൂ ആയിട്ട് കിട്ടും അല്ലെ. ഇൻ ബിറ്റ്വീൻ 0 and 1 ആയിരിക്കും വാല്യൂ വരിക. അപ്പോൾ അതുകൊണ്ട് നോ ഇഷ്യൂസ്. അപ്പോൾ നമുക്ക് നേരിട്ട് അങ്ങനെ വാല്യൂ എടുക്കാം. അതല്ല എങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് y ഡാഷ് കണ്ടുപിടിക്കുക, കോഷ്യൻ റൂൾ ഉപയോഗിച്ചിട്ട് y ഡാഷ് ഈക്വൽ ടു 0 കൊടുക്കുക, ക്രിട്ടിക്കൽ പോയിന്റ് x0 കിട്ടും, y ഡബിൾ ഡാഷ് കണ്ടുപിടിക്കുക, ആ y ഡബിൾ ഡാഷിന് x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ലെസ് ദാൻ 0 എന്ന പോയിന്റ് ഏതാണ്, ആ പോയിന്റിലെ വാല്യൂ നിങ്ങൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മാക്സിമം വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കണം. അങ്ങനെ വേണം ഇത് ചെയ്യാൻ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്ക് ഒരു റിസൾട്ട് ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ്, യൂണിഫോം കൺവേർജൻസിൽ നമ്മൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. അത് നോട്ട് ചെയ്ത് വെച്ചോ. 1-2 റിസൾട്ടുകൾ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ എഫ് എൻ എന്ന് പറഞ്ഞ ഒരു സീരീസ് സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ ഉണ്ട്, സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ്. ഓക്കെ, ഡിഫൈൻഡ് ഓൺ എ സെറ്റ് എ. ഓക്കെ, ആൻഡ് ലെറ്റ് എഫ് ഓഫ് എക്സ് be a function on a. ആ എയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ് എന്നും വിചാരിച്ചു. ദെൻ നമ്മൾ എഫ് എൻ ഓഫ് എക്സ് എന്ന് പറയുന്ന ഈ സീക്വൻസ് എഫ് ഓഫ് എക്സിലേക്ക് യൂണിഫോംലി കൺവേർജന്റ് ആവുമെന്ന് വിചാരിക്കും. യൂണിഫോംലി കൺവേർജസ് ടു എഫ് ഓഫ് എക്സ്. ദെൻ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദാറ്റ് ഇംപ്ലൈസ് എഫ് എൻ ഓഫ് എക്സ് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് പോയിന്റ് വൈസ്. യൂണിഫോം കൺവേർജന്റ് ആണെങ്കിൽ അത് എന്തുമായിരിക്കും, പോയിന്റ് വൈസ് കൺവേർജന്റ് ആയിരിക്കും അല്ലെ.
അപ്പോൾ തിരിച്ചു പറയാൻ പറ്റില്ല. പോയിന്റ് വൈസ് കൺവേർജന്റ് ആണെങ്കിൽ യൂണിഫോംലി കൺവേർജന്റ് ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതിനാണ് നമ്മൾ MN ടെസ്റ്റ് ഒക്കെ ഉപയോഗിച്ചത്. ഒന്നാമത്തെ റിസൾട്ട് ഇതാണ്. ഇനി ഇത് ഫസ്റ്റ് റിസൾട്ട്. ദെൻ നെക്സ്റ്റ് റിസൾട്ട് പറയുന്നത് സപ്പോസ് ഈ FN എന്ന് പറയുന്നത് FN ഓഫ് എക്സ് എന്ന് പറയുന്ന സീക്വൻസ് ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കും. FN ഓഫ് എക്സ് ബി എ sequence of continuous function ഒരു sequence ആണെന്ന് വിചാരിച്ചോളൂ. And it uniformly converges to F and FN converges to F uniformly converges to F. Then നമുക്ക് എന്ത് പറയാം? F of x is continuous. F of x എന്തായിരിക്കണം? ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കണം. F of x is a continuous function. F of x ഉം ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കണം. അത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇതിന്റെ കൂടെ തന്നെ പഠിക്കേണ്ട മറ്റൊരു കേസാണ്, അതും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ FN എന്ന് പറഞ്ഞ സീക്വൻസ് ബി എ സീക്വൻസ് ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ആൻഡ് FN converges to F. FN converges to F, but F of x is not continuous. F of x not continuous ആണെങ്കിൽ then നമുക്ക് എന്ത് പറയാം? FN of x is not uniformly convergent. അതായത് കൺവേർജന്റ് ആയിട്ട് വരുന്ന, അതായത് ആ ലിമിറ്റ് പോയിന്റ് ഫംഗ്ഷൻ F of x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ല എങ്കിൽ ഈ ഒരു FN of x എന്ന് പറഞ്ഞാൽ എന്തല്ല നമുക്ക് പറയാം? കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. FN of x എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് 1/1 plus nx ആണെന്ന് വിചാരിക്കൂ. x belongs to 0, 1. ഓക്കെ, ഇതിന്റെ പോയിന്റ് വൈസ് ലിമിറ്റ് നിങ്ങൾ ഒന്ന് എഴുതിക്കുക. ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് അല്ലെ? ദിസ് വൺ ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആൻഡ് വി വിൽ ടേക്ക് ഇറ്റ്സ് പോയിന്റ് വൈസ് ലിമിറ്റ് എന്താ വരിക? ലിമിറ്റ് n tends to infinity FN of x എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ ഇതുപോലെ തന്നെ നമുക്ക് എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക നോക്കി നോക്കുക. x ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1/1 വരും അല്ലെ? അത് 1 ആണ്. ഇനി അടുത്തത് എക്സിന് 1 കൊടുക്കുമ്പോൾ 1 as n tends to infinity, ഇത് ഇൻഫിനിറ്റി വരും. ഇറ്റ് വിൽ ബി 0 അല്ലെ? 0 ആയിരിക്കും. എക്സിന് 1 കൊടുത്താൽ, എക്സിന് ഇൻ ബിറ്റ്വീൻ 0 and 1 കൊടുത്താലോ, 0ന്റെയും 1ന്റെയും ഇടയിൽ എക്സിന് ഏത് വാല്യൂ കൊടുത്താലും as n tends to infinity, ദിസ് ടേംസ് 1 plus nx എന്ന് പറഞ്ഞ ടേം ഇൻഫിനിറ്റി ആവും. അപ്പോൾ 1/infinity പറഞ്ഞാൽ 0 വരും. അപ്പോൾ x belongs to 0, 1. x belongs to 0, 1. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. f of x എന്ന് പറയുന്ന ഈ പോയിന്റ് വൈസ് ലിമിറ്റ് ഫംഗ്ഷൻ f of x is not continuous at x equal to 0. x equal to 0 ഈ ഫംഗ്ഷൻ എന്തല്ല? കണ്ടിന്യൂസ് അല്ല. x equal to 0 ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? FN of x is not uniformly convergent എന്ന് പറയാം. is not uniformly convergent. കണ്ടിന്യൂസ് അല്ലാത്ത ലിമിറ്റ് പോയിന്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇത് എന്തല്ല? യൂണിഫോംലി കൺവേർജന്റ് അല്ല എന്നും പറയാം. ഈ രണ്ട് റിസൾട്ടുകളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് എക്സാമ്പിൾസും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചോളൂ. ഇതേ ക്വസ്റ്റ്യൻ ആയിരുന്നു കഴിഞ്ഞ HSST പരീക്ഷയിൽ നമ്മളോട് ചോദിച്ചത്. നോക്കിക്കേ, കൺസിഡർ, ഇതാണ് ആ ക്വസ്റ്റ്യൻ. കൺസിഡർ ദ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ FN of x and GN of x defined by FN of x equal to 1/1 plus nx, x belongs to 0, 1, and GN of x equal to x/1 plus nx, x belongs to 0, 1. ഓക്കെ, ഇവിടെ നമ്മളോട് പറഞ്ഞ കേസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? FN of x എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ 1/1 plus nx നമ്മൾ ഓൾറെഡി ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ആ ഫംഗ്ഷൻ എന്തല്ല? It is not, the limit point function is not continuous at x equal to 0. x equal to 0 ഇതിന്റെ ലിമിറ്റ് പോയിന്റ് ഫംഗ്ഷൻ എന്തല്ല? കണ്ടിന്യൂസ് അല്ല അല്ലെ? ലിമിറ്റ് പോയിന്റ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഇസ് നോട്ട് യൂണിഫോംലി കൺവേർജന്റ് ഓൺ 0, 1 എന്ന് പറയാം. ഓക്കെ, അപ്പൊ കഴിഞ്ഞ HSST പരീക്ഷയിൽ ചോദിച്ച ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞ യൂണിഫോം കൺവേർജൻസ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. കൺസിഡർ ദ സീക്വൻസ് FN and GN defined by FN of x equal to 1/1 plus nx, x belongs to open 0, 1, and GN of x equal to x/1 plus nx, x belongs to open
സീറോ ആണ്. ഓപ്പൺ ഇന്റർവൽ ആണേ, ശ്രദ്ധിക്കണം. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. Gn converges uniformly on 0, 1. Fn converges uniformly on 0, 1. Both Fn and Gn converges uniformly on 0, 1. Neither Fn and Gn converges uniformly on 0, 1. നമുക്ക് നേരത്തെ നമ്മളിപ്പോൾ ചെയ്ത രണ്ട് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസുമായിട്ട് ഇത് ചെറിയൊരു കണക്ഷൻ ഉണ്ട്. പക്ഷെ 0, 1 എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഇന്റർവൽ ആയതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. Fn of x എന്ന് പറയുന്നത് 1/1 plus nx ആണ്. x belongs to 0, 1. ഇതിന്റെ ലിമിറ്റ് ഫംഗ്ഷൻ നോക്കുക. ലിമിറ്റ് n tends to infinity Fn of x എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സിന് 0 നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റില്ല അല്ലെ. ഇൻ ബിറ്റ്വീൻ 0 and 1 വാല്യൂ കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ഇവിടെ എക്സിന് ഏത് വാല്യൂ നിങ്ങൾ 0, 1 കൊടുത്താലും 1/1 plus nx എന്ന് പറയുന്നത് n tends to infinity ആകുമ്പോൾ ഇത് 1 plus infinity വരും. 1/infinity will be 0. അപ്പോൾ ഇവിടെ 0 എന്നുള്ളതാണ് നമ്മുടെ f of x. ഓക്കെ, 0 കൊടുക്കാൻ പറ്റാതെ എക്സിന് 0 കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ 1 എന്ന് പറഞ്ഞൊരു വാല്യൂ നമുക്ക് ഇവിടെ കിട്ടില്ല, കാരണം ഓപ്പൺ 0 ആണല്ലേ. അപ്പോൾ എന്താണ് എഫ് ഓഫ് എക്സ് ആണ് ഇതിന്റെ ലിമിറ്റ് ഫംഗ്ഷൻ ആയിട്ട് വരും. ഇത് പോയിന്റ് വൈസ് കൺവേർജന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എം എൻ ആണ്. എം എൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? സുപ്രീമം ഓഫ് മോഡ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എഴുതും. ദാറ്റ് ഈസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് മോഡ് എഫ് എൻ എന്ന് പറയുന്നത് 1/1 plus nx ആണ് മൈനസ് 0 അല്ലെ. ഇതാണ് എഫ് എൻ എന്ന് പറയുന്നത് സുപ്രീമം വരിക. അപ്പൊ ഇതിനെ നമുക്ക് എന്നിന് വാല്യൂ കൊടുക്കാം. നിങ്ങൾക്ക് എന്നിന് ഇതിനകത്തുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്നിന് എക്സിന് പകരം നിങ്ങൾക്ക് ഇവിടെ ഇതിനകത്തുള്ള വാല്യൂ കൊടുക്കും. 1/n എന്നുള്ള വാല്യൂ കൊടുത്തു നോക്കൂ. x ഈക്വൽ ടു 1/n എന്ന് പറഞ്ഞ വാല്യൂ നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സുപ്രീമം ഇസ് ഈക്വൽ ടു 1/1 plus n into 1/n എന്നുള്ള വാല്യൂ. n belongs to 0, 1. എക്സിന്റെ വാല്യൂ 0 ആണ് അല്ലെ. ഏത് നാച്ചുറൽ നമ്പർ കൊടുത്താലും 1/n എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻ ബിറ്റ്വീൻ 0 and 1 ആയിരിക്കും അല്ലെ. അപ്പൊ അത് നോ ഇഷ്യൂസ്. നമുക്ക് പക്ഷെ 1 ഇവിടെ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ചെറിയ കുഴപ്പമുണ്ട് കേട്ടോ. എനിവേ എന്തായാലും അത് പ്രശ്നമില്ല. നമുക്ക് ഇവിടെ ഇത് കട്ട് ചെയ്ത് കളഞ്ഞാൽ വിൽ ഗെറ്റ് 1 അല്ലെ. ഇത് 1 എന്ന് കിട്ടും. അപ്പൊ 1/1 plus 1 എന്ന് പറഞ്ഞാൽ 1/2 എന്നാണ് കിട്ടുക. സുപ്രീമം ഇസ് 1/2. Therefore mn as n tends to infinity, mn does not tends to 0 as n tends to infinity അല്ലെ. n tends to infinity ആയതുകൊണ്ട് mn 0ലേക്ക് ടെൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ fn of x എന്ന് പറയുന്നത് എന്തല്ല? യൂണിഫോംലി കൺവേർജന്റ് അല്ല. fn of x is not uniformly convergent. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ വേണമെന്നില്ല. ഇവിടെ n വാല്യൂ കൊടുക്കാൻ പറ്റില്ല, 1 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചെറിയ കുഴപ്പമുണ്ട്. n ഫ്രം n greater than 1 എന്ന് കൊടുക്കേണ്ടി വരും കേട്ടോ, n നിങ്ങൾ എടുക്കുമ്പോൾ ഇവിടെ. അപ്പോൾ അത് ആ ഒരു പ്രശ്നം ഓവർകം ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിനെ y എന്ന് എടുത്തിട്ട് y എന്ന് എടുക്കാം. y ഈക്വൽ ടു 1/1 plus nx എന്ന് എടുക്കാം. എന്നിട്ട് തന്നെ y ഡാഷ് കണ്ടുപിടിക്കുക. y ഡാഷ് ഇസ് മൈനസ് 1/1 plus nx the whole square into nx ന്റെ ഡെറിവേറ്റീവ് n എന്ന് വരും അല്ലെ. ആൻഡ് ഇത് y ഡബിൾ ഡാഷ് എടുക്കുമ്പോൾ ഈ ഒരു വാല്യൂ ഈക്വൽ ടു 0 കൊടുക്കുന്നത് n-ന് നിങ്ങൾ എക്സിന് 0 കൊടുക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു വാല്യൂ എന്താവുക? ലെസ് ദാൻ 0. അല്ലെങ്കിൽ ഡബിൾ ഡാഷ് എടുത്തു കഴിഞ്ഞാൽ അത് വാല്യൂ ലെസ് ദാൻ 0 ആവുന്നത്, ഡിക്രീസിങ് ഫംഗ്ഷൻ ആവുന്നത് എക്സിന് 0 കൊടുക്കുമ്പോൾ മാത്രമാണ്. എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് വരും? എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷന്റെ വാല്യൂ 1 എന്ന് വരും അല്ലെ. അപ്പോഴും സുപ്രീമം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വാല്യൂ ആണ്, 0 അല്ലാത്ത വേറൊരു വാല്യൂ ആണ് നമുക്ക് കിട്ടുക. എനിവേ എന്തായാലും ഇതെന്തല്ല? യൂണിഫോംലി കൺവേർജന്റ് അല്ല. അപ്പൊ അതുകൊണ്ട് എഫ് എന്ന് പറഞ്ഞാൽ യൂണിഫോംലി കൺവേർജന്റ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ജി എന്ന് പറഞ്ഞ ഫംഗ്ഷനും കൂടെ യൂണിഫോംലി കൺവേർജന്റ് ആണോ അല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ജി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്തായിരുന്നു? നമ്മൾ നേരത്തെ എടുത്ത ഫംഗ്ഷൻ ജി എൻ ഇസ് ഈക്വൽ ടു x/1 plus nx എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ് അല്ലെ. x belongs to 0, 1. x belongs to ഓപ്പൺ 0 ആണ്. ഓപ്പൺ 0 ഈ ഓപ്പൺ ഇന്റർവൽ ആയതുകൊണ്ടുള്ള ഒരു ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇവിടെ g of x എന്ന് പറഞ്ഞ പോയിന്റ് വൈസ് ഫംഗ്ഷൻ എന്തായിരിക്കും? ലിമിറ്റ് എന്തായിരിക്കും? ലിമിറ്റ് n tends to infinity x/1 plus nx എന്ന് പറയുന്നത് 0, 1 ഇൻ ബിറ്റ്വീൻ 0 and 1 0 കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് 0 ആവില്ല. പിന്നെ ഇൻ ബിറ്റ്വീൻ 0 and 1 നിങ്ങൾ എക്സിന് ഏത് വാല്യൂ കൊടുത്താലും 1/infinity പറഞ്ഞാൽ 0 എന്ന് തന്നെ വരും. അപ്പോൾ 0 തന്നെയാണ് ഇതിന്റെ പോയിന്റ് വൈസ് ലിമിറ്റ് വരിക. അപ്പോൾ g of x 0 ആണ്. ദെൻ നമുക്ക് mn കണ്ടുപിടിക്കണം. mn is equal to supremum of mod gn of x minus g of x അല്ലെ. that is equal to supremum of mod x/1 plus nx എന്ന് കിട്ടും. ശരിയല്ലേ? ഇവിടെ നിങ്ങൾക്ക് എക്സിന് പകരം എന്ത് കൊടുക്കാം? x ഈക്വൽ ടു 1/n കൊടുക്കാം. അവിടെയും ഇപ്പം എന്ത് വരും? n ഈക്വൽ ടു 1 കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു കേസ് വരും. n greater than 1 എന്നുള്ള
കേസ് എടുക്കേണ്ടി വരും. എനിവേ എന്തായാലും നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എം എൻ എന്ന് പറഞ്ഞ വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും? സുപ്രീമം ഓഫ് 1/n/1 പ്ലസ് 1 ആണ് കിട്ടുക അല്ലേ? ഇത് കട്ട് ചെയ്ത് കളയുമ്പോൾ അപ്പോൾ ദാറ്റ് ഈസ് 1/2 എന്ന് കിട്ടും. ആസ് n tends to infinity mn tends to 0. therefore നമുക്ക് എന്ത് പറയാം? n tends to infinity mn tends to 0 ആണ്. therefore gn of x എന്ന് പറയുന്നത് എന്താണ്? യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് പറയാം. യൂണിഫോംലി കൺവേർജന്റ്, കണ്ടിന്യൂസ് അല്ല, യൂണിഫോംലി കൺവേർജന്റ് ആണെന്ന് പറയാം. ദാറ്റ് മീൻസ് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സോറി, ബി അല്ല, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ബിയിൽ എ എൻ അല്ലേ, സോറി ജി എഫ് എൻ ആണ്. ബി എ കറക്റ്റ് ആണ്. ജി എൻ ഇസ് യൂണിഫോംലി കൺവേർജന്റ്. യൂണിഫോംലി കൺവേർജന്റ് ആണ് ജി എൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കഴിഞ്ഞ HSST എക്സാമിന് ഉണ്ടായിരുന്ന ചോദ്യം. അപ്പോൾ നിങ്ങൾ MN ടെസ്റ്റ് കൃത്യമായിട്ട് ഒന്ന് നോക്കുക. അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 1-2 എക്സാമ്പിൾസും കൂടെ നിങ്ങൾ യൂണിഫോം കൺവേർജൻസ് ഓഫ് സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസിനെ പഠിച്ചോളൂ. അതുപോലെ തന്നെ യൂണിഫോം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷനും നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അതും ഇതിന്റെ കൂടെ തന്നെ ചോദിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് കൂടുതൽ ക്ലാസ്സുകളായിട്ട് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.